ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് ആരി എംബ്രോയിഡറിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ അതിന് വേണ്ട മെറ്റീരിയൽസാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇപ്പോൾ നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ പരിചയപ്പെടാം അല്ലേ, എന്തൊക്കെ മെറ്റീരിയൽസാണ് വേണ്ടതെന്ന്. അപ്പോൾ ഞാൻ പറയാം എന്തൊക്കെ വാങ്ങണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ മെറ്റീരിയൽസൊക്കെ ഒന്ന് വാങ്ങി വെക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്റ്റിച്ചുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒന്ന് വാങ്ങി റെഡി ആയിട്ടിരിക്കണേ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ആരി നീഡിലാണ് അല്ലേ. ഇതൊക്കെയാണ് പല സൈസിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എല്ലാ സൈസും നമുക്ക് വേണ്ട, ഞാൻ ജസ്റ്റ് കാണിച്ചു തരികയാണ് എല്ലാ സൈസും. അപ്പോൾ ഇത് 14 സൈസാണ്. നീഡിൻ്റെ സൈസ് എന്ന് പറഞ്ഞത് 14 ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, കണ്ടോ 14 അതുപോലെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നിബിൻ്റെ ഭാഗം കണ്ടോ. അപ്പോൾ ഇത് 14 സൈസാണ്. അടുത്തത് 7 ത്രെഡ് വർക്ക് ചെയ്യാനാണ് നല്ലത് കേട്ടോ. ബീഡ് വർക്കൊന്നും നമുക്കിതിൽ ചെയ്യാനായിട്ട് പറ്റില്ല. ഇതിൻ്റെ ആ ഒരു അഗ്രണ്ടൽ അറ്റഭാഗം അത് കുറച്ച് വണ്ണം കൂടിയതായിരിക്കും. ഇനി ഇത് 24. അപ്പോൾ സംഖ്യ കൂടുന്തോറും ആണ് ഇതിൻ്റെ നിബ് ആ ഒരു അറ്റുണ്ടല്ലോ എൻ്റെ ഈ ഭാഗം കണ്ടോ വളരെ നൈസായിരിക്കും. ഇതിലാണ് ബീഡ് വർക്കും സർദോസിയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ത്രെഡ് വർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ 24-ൽ ത്രെഡ് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പോൾ 2 നീഡിൽ നിങ്ങൾ വാങ്ങിക്കോളൂ, ഞാൻ പറയാം അത് കേട്ടോ. ഇത് 2 ആണ്, 2 സൈസ് കണ്ടോ. ഇതൊക്കെ നല്ല എളുപ്പമായിരിക്കും നമുക്ക് ത്രെഡ് വർക്ക് ചെയ്യാനായിട്ട്, കുറച്ച് വണ്ണം കൂടുതലുള്ളതാണല്ലോ. അടുത്തത് 12 കണ്ടില്ലേ, ഇത് 12 സൈസാണ്. അതിൻ്റെ അടുത്തത് 10. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പം 10, 14 വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ 14, 24 ആകുമ്പോൾ നമുക്ക് ചെറിയ ബീഡ്സൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 14ഉം 24 നിങ്ങൾ വാങ്ങാം. ഇത് അയേൺ നീഡിൽ, ഇത് നമുക്ക് ത്രെഡ് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത് വുഡൻ നീഡിൽ, ഇത് കണ്ടില്ലേ അതിൻ്റെ ആ ഭാഗം വുഡായിരിക്കും. ഇവിടെ നമുക്ക് ചെറിയ ചെറിയ ബീഡ്സുകളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഷോപ്പുകളിലൊക്കെ കൂടുതൽ ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നല്ല പ്രാക്ടീസ് ചെയ്യണം അതൊക്കെ ചെയ്യുമ്പോഴേ. അപ്പോൾ നീഡിലിനെ കുറിച്ച് മനസ്സിലായല്ലോ. ഇതാണ് ആരി ത്രെഡ് കണ്ടോ. ഇത് പല കളേഴ്സിലും നമുക്ക് കിട്ടുമേ. ഇത് ഗോൾഡൻ കളറിലാണ്. അടുത്തത് സിൽവർ കളറ് കണ്ടില്ലേ. ഈ നമ്മൾ കൂടുതലും ഗോൾഡൻ കളറിലാണ് ഡ്രസ്സുകളിലെ ബ്ലൗസിലൊക്കെ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് അല്ലേ. ഇതുപോലെ ഈ ത്രെഡുകളൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ പല കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് കണ്ടോ. ഇതൊക്കെ 50 റുപ്പീസേ വരുന്നുള്ളൂ ഇതിനൊക്കെ. പിന്നെ ഗോൾഡും സിൽവറും കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ. ഇത് സിൽക്ക് ത്രെഡ്, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരികയാണ്. ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഓരോ ക്ലാസ്സും കാണിച്ചു തരുമ്പോഴും ഈ ത്രെഡൊക്കെ വെച്ചിട്ട്, അതായത് നമ്മൾ സാധാ നീഡിലാണ്, ത്രെഡാണ്, സ്വിങ് ത്രെഡാണ്, ഇതൊക്കെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. മറ്റു ത്രെഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, മെഷീൻ ത്രെഡൊക്കെ കയ്യിലുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇതൊക്കെ ബീഡ്സ്, ഫ്ലാറ്റ് ബീഡ്സ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ട്രഡീഷണൽ എംബ്രോയിഡറി, ഹാൻഡ് എംബ്രോയിഡറിയിൽ കുറച്ച് ബീഡ്സുകളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതേ ബീഡ്സ്, ഇത് മിററ്, അതേ ബീഡ്സൊക്കെ തന്നെയാണ് നമുക്ക് ഇതിനും വേണ്ടത്. ഷുഗർ ബീഡ്, കട്ട് ബീഡ്, ട്യൂബ് ബീഡ്, മിററ്, അങ്ങനെ ഒരു ഫ്ലാറ്റ് ബീഡ്, റൗണ്ട് ബീഡ്, അങ്ങനെ കുറേ ബീഡ്സുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിലും ആവശ്യമായിട്ടുള്ളത്. ഇതാണ് സ്റ്റോൺ ലേസ്. അപ്പോൾ നമ്മൾ സ്റ്റോൺ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് സ്റ്റോൺ ലേസ് വാങ്ങി വയ്ക്കുക. ഇനി അടുത്തത് സർദോസി. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ഹാൻഡ് എംബ്രോയിഡറി ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ ലൂസായി കിടക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിത് വാങ്ങാനായിട്ട് കിട്ടുന്നത് പാക്കറ്റിലായിരിക്കും. അതൊക്കെ ഇതുപോലത്തെ ഒരു ബോട്ടിലൊക്കെ ഇട്ട് വെക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ ആ ഒരു കവറിൽ നിന്ന് മാറ്റിയിട്ട് ഇതുപോലെ ബോട്ടിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ റൗണ്ട് ബീഡാണ്. ഇത് പല കളേഴ്സ്, അത് ആൻറ്റിക് കളറാണ്, ഗോൾഡൻ കളറിൽ കിട്ടും. അപ്പോൾ ഏത് കളേഴ്സ് വേണോ അതുപോലെ ചെറുത് വലിയ സൈസൊക്കെ ഉണ്ട് കേട്ടോ. 2mm, 3mm അങ്ങനെ പല സൈസിലും നമുക്ക് ബീഡ് അവൈലബിൾ ആണ്. പിന്നെ ഇത് പേൾ ബീഡ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് മെറ്റീരിയൽസ് എന്നുള്ളത് ഞാൻ ഒന്നുകൂടി ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങാം. പിന്നെ ഇത് സ്റ്റോണാണ്, കുന്തൻ സ്റ്റോണ്. ഈ സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്തെടുക്കാം കണ്ടില്ല. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും വാങ്ങി വെക്കുക കേട്ടോ. ഞാൻ മെൻഷൻ ചെയ്യാം എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ സൗകര്യത്തിനനുസരിച്ചിട്ട് ജസ്റ്റ് കുറച്ച് വാങ്ങി വെക്കണേ. അപ്പോൾ ഇതാണ് ആരി സ്റ്റാൻഡ്. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. ജസ്റ്റ് ഒരു 600 റുപ്പീസിന് താഴെയാണ് ഇത് വരുന്നത്. കണ്ടില്ലേ, ഇതിന് 4 കാലുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മളിത് ഫിറ്റ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ സ്പാനർ വെച്ചിട്ട് വേണം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ. ഞാനിത് ടൈറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന്
വെച്ച് കാണിച്ചു തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഹോളിലേക്ക് ഇതിൻ്റെ ഒരു സ്ക്രൂ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യാം. അതിൻ്റെ ഒരു ലെഗ് കുറച്ചൊരു ചെരിവുണ്ട്, ബാക്കിയൊന്നും കുഴപ്പമില്ല, നല്ല ഫിക്സ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ സാധനം. അപ്പോൾ ഇത് നമ്മൾ പ്രൊഫഷണലായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് ആവശ്യമാണ് കേട്ടോ, ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് ആവശ്യമാണ്, അല്ലാതെ കയ്യിൽ വെച്ച് ചെയ്യാനായിട്ടൊന്നും പറ്റില്ല. നമുക്ക് ഈ ഒരു ഹൂപ്പിലേക്ക് ഇതിൻ്റെ സൈസ് 18 കേട്ടോ, ഇതിൻ്റെ സൈസ്, ഈ ഒരു സ്റ്റാൻഡിൻ്റെ സൈസ് 18. അപ്പോൾ ഈ ഒരു സൈസിൽ നമുക്ക് ഇപ്പോൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 18 സൈസായിരിക്കും ഏറ്റവും നല്ലത്. 16 സൈസൊക്കെ ഉണ്ട്. 18 സൈസാകുമ്പം ആ ഒരു നമുക്ക് കുറച്ചും കൂടി വർക്ക് ചെയ്യാനായിട്ട്, അതായത് ആ റൗണ്ട് കുറച്ചും കൂടി വലുപ്പം ഉണ്ടാകുമ്പോൾ നമുക്കൊരു ബ്ലൗസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. കുറച്ചുകൂടി വലുതല്ലേ അത്, 16 എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി ചെറുതാണ്. അപ്പോൾ ആ ഒരു നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ 18 ആണ് നല്ലത്. അപ്പോൾ ഇതുപോലെ ഫിക്സ് ചെയ്തെടുക്കുക. ഫിക്സ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ഹാൻഡ് എംബ്രോയിഡറി ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ട്. റിങ്ങിൻ്റെ ആ ഒരു സ്ക്രൂ ഇല്ലാത്ത ഭാഗത്ത് ക്ലോത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു സ്ക്രൂ വെച്ച് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യാം. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് ക്ലോത്തിനൊന്ന് വലിച്ചിട്ട് വീണ്ടും ടൈറ്റ് ചെയ്യണം കേട്ടോ. നന്നായി വലിച്ചതിന് ശേഷം ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അവിടെ എല്ലാ ഭാഗവും ഒരേപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നിർത്തണേ. ഇനി അതിന് ശേഷം ഈ ഒരു സ്റ്റാൻഡിലേക്ക് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് വാങ്ങുന്നുണ്ടെങ്കിൽ 18 സൈസ് വാങ്ങിയാൽ മതി കേട്ടോ. 16നേക്കാളും ബെറ്റർ 18 സൈസാണ്. അപ്പോൾ ഇതിന് 600 റുപ്പീസേ വരുന്നുള്ളൂ. അപ്പോൾ ഇനി അടുത്തത് ഇത് വുഡൻ്റെ സ്റ്റാൻഡാണ്. അതുകൊണ്ട് നമുക്ക് എംബ്രോയിഡറി ഹൂപ്പ് വർക്കൊക്കെ ചെയ്യാനൊക്കെ നല്ല സുഖമാണ് ഇതിന്മേൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഡ്രസ്സിൽ ഡിസൈൻ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആരി സ്റ്റാൻഡ് തന്നെയാണ് ഏറ്റവും ബെറ്റർ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1200. ഞാൻ 5-6 വർഷമായി വാങ്ങിയിട്ട്, അന്ന് 1200 ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആരി വർക്കിന് വേണ്ട മെറ്റീരിയൽസ്.